2016 ഞാൻ ജിഷ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിലായിരിക്കവേ താൻ തോന്നുന്നു 14/11/2016 തീയതി ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള കടമ്പഴിപ്പുറം കണ്ണുകുറിശി എന്ന ഗ്രാമത്തിൽ വൃദ്ധ ദമ്പതികളായ തങ്കമണി രാജൻ എന്ന് പറഞ്ഞാൽ 55 വയസ്സുള്ള തങ്കമണി, 65 വയസ്സുള്ള രാജൻ എന്ന ഭർത്താവും വൃദ്ധ ദമ്പതികൾ വീടിനകത്ത് ദാരുണമായി കൊല്ലപ്പെടുന്നത്. ഒരാൾക്ക് 55 വെട്ടും, ഒരാൾക്ക് 80ഓളം വെട്ടുകളും പരിക്കുകളും മുറിപ്പരിക്കുകളുണ്ട്. അങ്ങനെ വളരെ ദാരുണമായിട്ട് ആ വൃദ്ധ ദമ്പതികൾ കൊല്ലപ്പെടുന്ന നാടിനെ നടുക്കിയ ഒരു കൊലപാതകം അന്നാണ് നടക്കുന്നത്. ആ കൊലപാതകത്തിൽ അന്നത്തെ ലോക്കൽ പോലീസ് അന്നത്തെ ഷൊർണൂർ DYSP സൈദാലി സാറിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സൈദാലി സാറ് ഞങ്ങളൊക്കെ പോലീസുകാരായിട്ട് ഒരേ ബാച്ചിലുള്ള പോലീസ് ഓഫീസർമാരാണ്. വളരെ ചേലക്കര പോലീസ് സ്റ്റേഷനിലേക്ക് SI. പിന്നീട് എൻ്റെ ഒരു അടുത്ത ജ്യേഷ്ഠ സഹോദരനെ പോലുള്ള ഒരാളാണ് സൈദാലി സാർ. ആ സൈദാലി സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ കേസിൻ്റെ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ പെരുമ്പാവൂരായിരുന്നു. വളരെ എന്ന് പറഞ്ഞാൽ നാടിന് നടുക്കിയ ഒരു ഇരട്ട കൊലപാതകമാണ്. ആരാണ് ചെയ്തത്, കുറ്റകൃത്യം ചെയ്ത ആരാണെന്നറിയില്ല. ഒരു ഓടിട്ട വീടാണ്. വീടിൻ്റെ ഓട് പൊളിച്ച് അകത്ത് കടന്ന് ഇത്തരം ദാരുണമായി കൊല ചെയ്യപ്പെട്ട് കവർച്ച നടത്തിയിട്ടുള്ളൊരു കേസ് അങ്ങനെ റിപ്പോർട്ടായ സമയത്ത് സൈദാലി സാറി എന്നെ വിളിച്ചു. അഷ്റഫ് എവിടെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അന്വേഷണത്തിലാണ്, ജസ്റ്റ് അതൊന്ന് വന്ന് നോക്കാൻ പറ്റും ഇവിടെ ഞങ്ങളൊക്കെ എല്ലാവരും ഉണ്ട്. പാലക്കാട് ജില്ലയിലെ വിവിധ സ്ക്വാഡിലുള്ള എല്ലാ പോലീസുകാരും ഓഫീസർമാരും എല്ലാവരും ഉണ്ട്. പിന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള സന്ധ്യ മേഡം അടക്കമുള്ള സന്ധ്യ മേഡം അടക്കമുള്ള എല്ലാ ആളുകളും വന്ന് അതിൻ്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കലും അതിൻ്റെ സൂപ്പർവിഷൻ നടത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രയും ഒരു പ്രമാദമായ കേസുകൾ ഉണ്ടാകുമ്പോൾ എല്ലാ ഓഫീസർമാരും ഇതുപോലെ വരും. അങ്ങനെയൊക്കെ അന്വേഷണം നടത്തിയിട്ടുള്ളൊരു കേസായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, സൈദാലി സാർ പറഞ്ഞു, അഷ്റഫ് ഒന്ന് വന്ന് നോക്ക്, നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്ന് പറയും എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് എനിക്ക് അതിൻ്റെ അന്വേഷണത്തിന് അവിടേക്ക് പോകാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. മറ്റൊരു കേസിൻ്റെ അന്വേഷണത്തിൽ തിരക്കില്ല, ആ കേസിൻ്റെ അന്വേഷണത്തിന് തിരക്കിലായതിൻ്റെ പേരിൽ പോകാൻ പറ്റിയില്ല ആ സമയത്ത്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, പലതും കഴിഞ്ഞു. 5-6 മാസം ലോക്കൽ പോലീസൊക്കെ അന്വേഷിച്ചു, സൈദാലി സാറിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിച്ചു, മറ്റു ഓഫീസർമാരുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചതിന് ശേഷം കിട്ടാതായപ്പോൾ സ്വാഭാവികമായിട്ടും കേസ് ക്രൈംബ്രാഞ്ചിന് പോകും. അങ്ങനെ പാലക്കാട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. പാലക്കാട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ട് വർഷങ്ങളോളം അന്വേഷിച്ചു. അങ്ങനെ 2020 അവസാനത്തിൽ ഈ കേസിന് ക്രൈംബ്രാഞ്ചിൽ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ബഹുമാനപ്പെട്ട DGP അവർ നിയോഗിക്കുകയാണ്. ബഹുമാനപ്പെട്ട അന്നത്തെ ക്രൈംബ്രാഞ്ച് IGP ശ്രീജിത്ത് സാറ്, തൃശ്ശൂർ ക്രൈംബ്രാഞ്ച് SP സുദർശൻ സാറ് എന്നിവരുടെ മേൽനോട്ടത്തിൽ പാലക്കാട് ക്രൈംബ്രാഞ്ച് DYSPക്കാണ് അന്വേഷണ ചുമതല ഉണ്ടായിരുന്നു. ആ അംഗത്തിൽ എന്നെയും മരിക്ക് കൂടുതൽ സുനിൽ, ഹബീബ് തുടങ്ങിയ പോലീസുകാരെയും സലാം എന്ന് പറഞ്ഞ പാലക്കാട്ടുകാരനായ മറ്റൊരു പോലീസുകാരനെയൊക്കെ നിയോഗിച്ചിട്ട് ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചു, പ്രത്യേക അന്വേഷണ സംഘം. ഈ 2016 നടന്ന ആ കേസ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചിൻ്റെ പാലക്കാട് യൂണിറ്റൊക്കെ അന്വേഷിച്ച് കിട്ടാതിരുന്ന് അങ്ങനെ UAE കിടക്കുന്ന അണ്ടർ ഇൻവെസ്റ്റിഗേഷനിൽ കിടക്കുന്ന ആ കേസിലേക്ക് വീണ്ടും ഒരു പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയാണ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഞാൻ അടക്കുന്ന സംഘം. ഞങ്ങളങ്ങനെ 2020 അവസാനത്തിൽ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ആദ്യം ഞാൻ നേരത്തെ മുൻ കേസുകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ കേസിൻ്റെ നാൾ വഴികളെല്ലാം 2-3-4 വോളിയം ഫയലുകളുണ്ട്. ആ ഫയലുകളെല്ലാം മറ്റു കേസുകളിലേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ കേസിൻ്റെ ഫയലുകളെല്ലാം ആദ്യം പഠിച്ചു. അതിനൊക്കെ ഞങ്ങൾ പ്രത്യേകം അത് കമ്പ്യൂട്ടറിലേക്ക് കയറ്റി ഓരോ മൊഴികളും രേഖകളും മറ്റു ഡേറ്റുകളും CDR മീൻസ് കോൾ ഡീറ്റെയിൽസാണ്, അതിനാണ് നമ്മൾ CDR എന്ന് പറയും. അങ്ങനെ എല്ലാം കയറ്റിയിട്ട് ഒരു 1-2 മാസത്തോളം ഞങ്ങൾ അതിൻ്റെ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ കാര്യങ്ങൾ അതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏതൊരു കേസും മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആ കേസിൻ്റെ കുറ്റകൃത്യം നടന്ന സ്ഥലത്തിനടുത്ത് ഒരു വീടൊക്കെ എടുത്ത് അവിടെ താമസാക്കും, അല്ലെങ്കിൽ അതിന് തൊട്ടപ്പുറത്തോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തോ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ ഈ കേസിലേക്കും കണ്ണുകുറിശിയുടെ ഉൾഭാഗത്ത് ആരും അറിയാതെ വളരെ ഉള്ളിലേക്ക്, വളരെ റിമോട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ അങ്ങനത്തെ ഒരു ഏരിയയാണ് ഇത് കേട്ടോ. പാലക്കാട് ജില്ലയിലെ വളരെ ഉള്ളിലേക്കുള്ള തോട്ടങ്ങളൊക്കെ നടന്നിട്ടുള്ള കൂടുതലും അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഈ ആളുകളിൽ കൂടുതൽ ആളുകൾ ഒരു 60% ആളുകളും തമിഴ്നാട് ബേസ് ചെയ്തിട്ട് ചെന്നൈയിൽ ബേക്കറി കടയും ഹോട്ടലൊക്കെ നടത്തുന്നവരും കൃഷിക്കാരും കർഷക തൊഴിലാളികളും. ഈ റബ്ബറാണ് തോട്ടങ്ങളുള്ളത്. അങ്ങനത്തെ ഒരു ഉൾഗ്രാമമാണ്. ബസ്സുകൾ തന്നെ ആ റൂട്ടിലേക്ക് ഇല്ല. അവിടേക്ക് ബസ്സുകൾ അപൂർവമായിട്ടുള്ള ബസ്സുകളേ ഉള്ളൂ, കണ്ണുകുറിശി എന്ന് പറഞ്ഞ ഭാഗത്തേക്കൊക്കെ. ഞങ്ങൾ അതിൻ്റെ കുറച്ചും കൂടി ഉള്ളിലേക്ക് മണ്ണാർക്കാടിൻ്റെയൊക്കെ ഇടയിലായിട്ട് വരുന്ന ഒരു ഭാഗത്ത് ഒരു എസ്റ്റേറ്റിന് നടുക്ക്, ഒരു ഒറ്റപ്പാലത്തുകാരൻ്റെ ഒരു എസ്റ്റേറ്റിന് നടുക്ക് ഞങ്ങളൊരു എസ്റ്റേറ്റിലുള്ള ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്തു. അങ്ങനെ അതിൽ താമസാക്കി ഞങ്ങൾ 3 പേര്.
ഈ സലാമ പിന്നെ അവരുടെ വീട് പാലക്കാട് ജില്ലേൻ്റെ അവർ പോകും. ഞങ്ങളവിടെ താമസാക്കി. കൊല്ലപ്പെട്ടിട്ടുള്ള രാജനും ഭാര്യ അമ്മിണിയും വളരെ പാവപ്പെട്ട ആളുകളായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഒന്നാമത്തത്. രണ്ടാമത്തത് ഈ രാജൻ ചെന്നൈയിലൊക്കെ പോയി ഹോട്ടൽ പണിയൊക്കെ ചെയ്ത് അങ്ങനെ കിട്ടുന്ന തുച്ഛമായ വരുമാനം. അതേമാതിരിക്ക് അമ്മിണി ഈ പശുവിനെ മേച്ചും പശുവിനെ മറ്റ് പാല് കറന്നും വീട്ടു ജോലി ചെയ്തും അതേമാതിരിക്ക് നാടൻ പണി ചെയ്തും കൃഷിപ്പണികളൊക്കെ പോയിട്ട് കിട്ടുന്ന ആ വരുമാനം മാത്രം ഉണ്ടായിരുന്ന ചെറിയൊരു കുടുംബം, പാവപ്പെട്ട ഒരു കുടുംബം, ഒരു കുഗ്രാമത്തിലെ. അപ്പോൾ അവർ താമസിക്കുന്ന ഈ ചെറിയൊരു പറമ്പിൻ്റെ ചുറ്റുപാടും തന്നെ വീടുകളൊന്നും ഇല്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്ത് താമസിക്കുന്ന ഒരു കുടുംബം. അങ്ങനെ ഈ വിറ്റപ്പണി അധ്വാനിച്ച് വളർത്തിയുണ്ടാക്കിയ 2 മക്കളെ. ആ മക്കൾ നന്നായി പഠിച്ചു. അതിൽ മകള് അതേമാതിരിക്ക് നല്ല ക്വാളിഫിക്കേഷനൊക്കെ ആയി അവർ ഒരു IT കമ്പനിയിൽ ചെന്നൈ ബേസിലായിട്ടുള്ള ജോലി ചെയ്യുന്നത് ആ കുട്ടി, പെൺകുട്ടി. രണ്ടാമത്തെ മോനും അതുപോലെയൊക്കെ തന്നെ പഠിച്ച് അവരിപ്പോൾ അമേരിക്കയിലാണ്. രണ്ടാമത്തെ മോൻ ഇപ്പോൾ 2 പേരും അമേരിക്കയിലാട്ടോ. മകനും മകളും അമേരിക്കയിലാണ് ഇപ്പോൾ അടുത്ത കാലത്ത്. അങ്ങനെ അവർ ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കൂലിപ്പണി ഈ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഒരു 6 മാസം മുമ്പ് വരെ ജോലി ചെയ്തിരുന്ന ആളുകളാണ് ഈ വൃദ്ധ ദമ്പതികൾ. അതിനുശേഷം അവരിപ്പോൾ പണിക്കൊന്നും പോവാതെ മക്കളെ അയച്ചു കൊടുക്കുന്ന പൈസയുമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി ജീവിച്ച് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ആ സമയത്താണ് നാട്ടിൽ 8-ാം തീയതി അന്ന് നവംബർ 8, 2016 എല്ലാവർക്കും അറിയാലോ, നോട്ട് നിരോധനമൊക്കെ നടക്കുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാ ഭാഗത്തും ഉടലെടുത്ത സമയം. ഇവരാണെങ്കിൽ ആ സമയത്ത് ഇവരുടെ കുഗ്രാമം വിട്ട് റോട്ടിനോട് ചേർന്ന് ഹൈവേയുടെ തീർത്ത് ടൗണിൻ്റെ ഭാഗത്തായിട്ട് 2 പേർക്ക് 2 മക്കൾക്കും വീട് വയ്ക്കാനുള്ള ആവശ്യത്തിനായിട്ട് കുറച്ച് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ ഇവരിപ്പോൾ ആ സമയത്ത് ഇവർ അറിയപ്പെടുന്ന അമേരിക്കക്കാരെന്നാണ്. പക്ഷേ ഇവർ താമസിക്കുന്നതൊക്കെ വളരെ ചെറിയൊരു ഓടിട്ട് വീട്ടിൽ അതുപോലെ താമസിക്കണം. മക്കൾ പോയിട്ട് ഇങ്ങനെ ഇവർ പണിക്ക് പോകാതെ ആയിട്ടുള്ളൂ, അങ്ങനെ പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ പറഞ്ഞ മാതിരിക്കുള്ള അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നോട്ട് നിരോധനം ഈ പറഞ്ഞ മാതിരിക്ക് ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ സമയത്താണ് ഇവർ കൊല്ലപ്പെടുന്നത്. കാരണം അപ്പോൾ ഇവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്നുള്ളൊരു ധാരണ പൊതുജനങ്ങളുടെ ഇടയിലുണ്ട്. സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അവരുടെയൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇവർ ഇഷ്ടംപോലെ ലക്ഷങ്ങളുണ്ട്, ഇപ്പോൾ മക്കളൊക്കെ അമേരിക്കയിലാണ്, അപ്പോൾ ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്നുള്ള ധാരണ പൊതുജനങ്ങളിൽ ഗ്രാമവാസികളുടെ എല്ലാവരുടെ ഇടയിലുണ്ടായി. സ്വാഭാവികമായിട്ടും ഇവർ തീർത്ഥാടനം പോലുണ്ട്. പിന്നെ ഇവർക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നും വേറൊന്നുമില്ല. ഈ ഭക്ഷണം കഴിക്കുന്നു, യാത്ര ചെയ്യുന്നു, ഇങ്ങനെ തീർത്ഥാടനം പോകുന്നു, ആളുകളുടെ കൂടെയൊക്കെ അമ്പലങ്ങളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇവർ കൊല്ലപ്പെടുന്ന ഒരു കാലത്ത് അവിടെ ടാപ്പിങ്ങിന് വരുന്നുണ്ട്. ഈ വീടിൽ കുറച്ച് മരങ്ങളുണ്ട്, റബ്ബർ മരങ്ങൾ. പിന്നെ പരിസരത്തൊക്കെ റബ്ബറാണ്, എല്ലാം റബ്ബർ തോട്ടത്തിന് നടുക്കുള്ള ഒരു വീടാണ്. അപ്പോൾ അവിടെ ടാപ്പിങ്ങിനൊക്കെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ടാപ്പിങ്ങുകാരൻ വരുമ്പോൾ കാലത്ത് ടാപ്പിംഗ് ടൂൾസ്, അതിൻ്റെ ആയുധങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച് കൊടുത്ത് അവർക്കൊരു കാപ്പിയും കൊടുക്കാറുണ്ട് ഈ മറ്റേ അമ്മിണി. എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാറുണ്ട്. അന്നത്തെ ദിവസം വന്നപ്പോൾ വാല് തുറന്നു കണ്ടില്ല, വാല് പൂട്ടിയിട്ടിരിക്കുന്നു, ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു. അയാൾ പുറത്തേക്ക് നോക്കിയപ്പോൾ ഓട് പൊളിച്ചതായി കാണുന്നു. അയാൾ ആകെ പേടിച്ചു. എന്താ ഉണ്ടായിരിക്കുന്നതെന്ന് അറിയുന്നില്ല. അയാൾ പറയുന്നു അകത്തുനിന്ന് ഒരു ഞരക്കം പോലെ കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾ ഓടി പുറത്തു പോയി നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി കൊണ്ടുവരാണ്. അപ്പോൾ ഇയാൾ ഒരു കൊലക്കേസിലെ പ്രതിയാണ്. അത് സ്വാഭാവികമായിട്ടുണ്ടായൊരു സ്വാഭാവികമല്ല കൊലക്കേസെങ്കിലും കള്ളുഷാപ്പിൽ വെച്ചിട്ടുള്ള കള്ളു പിടിച്ചും ഒന്നും തള്ളുണ്ടായിട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൊലപാതകമാണ്. ആ കേസിൽ ജീവപര്യന്തമൊക്കെ അനുഭവിച്ച് കുറച്ച് കാലം ജയിലിലൊക്കെ കടന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അയാളാണ് ട്രാപ്പിങ്ങുകാരൻ. എന്തായാലും അയാൾ പുറത്ത് വന്ന് എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, വിളിച്ചാൽ എണീക്കുന്നില്ല, ആളെ കാണുന്നില്ല, ഓടൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ നാട്ടുകാരൊക്കെ വന്ന് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് വന്ന് വാതിൽ തുറന്ന് പൊളിച്ച് അകത്ത് കിടക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെട്ടുകൊണ്ട്, ഇത്രയും ഗുരുതരമായ വെട്ടുകൊണ്ടിട്ട് 55-85 വെട്ടുകൊണ്ട് കടന്നിരുന്ന ആ സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ ആ കേസിൽ ഞങ്ങൾ അന്വേഷണത്തിന് ചെല്ലുന്ന ആ സമയത്ത് 2016 കേസുണ്ടായിട്ട് 2020 ഞങ്ങൾ അന്വേഷണത്തിന് നിയോഗിക്കുന്നത്. ആ സമയത്ത് അന്നത്തെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു, ഞങ്ങൾ ചെന്ന് ഹാൻഡ് ഓവർ മേടിക്കുമ്പോൾ ആ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഒരു SI അവർ പോലീസുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, ഈ കേസിലേക്ക് ജയിലിൽ വെച്ച് കുറ്റം സമ്മതിച്ചാണ് അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റൂമർ കേൾക്കുന്നുണ്ട്. അയാളിപ്പോൾ മറ്റേ തൃശ്ശൂർ ജയിലിൽ റിമാൻഡിലാണ് എന്നുള്ളത് പറഞ്ഞു. റിമാൻഡിലല്ല, കൺവിഷനാണെന്നോ എന്തോ പറഞ്ഞിട്ട് വിവരം ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ ഈ പാലക്കാട് ജില്ലയിലെ മറ്റൊരു ഭാഗത്ത് ഈ പറഞ്ഞ പെൺകുട്ടി ഉണ്ടല്ലോ, ഈ വീട്ടിലെ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു കള്ളനാണ്. ചെറിയ കളവെന്നല്ല, സാധാരണ വീടുകളിൽ ഉള്ള മോഷണം നടത്തുന്ന ഒരു കളവ് കേസിലെ പ്രതിയാണ്. നിരന്തരം കളവ് നടത്തുന്ന ഒരു പ്രതിയാണ്.
അയാളിങ്ങനെ കുറ്റം സംഭവിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഇയാളെ പോയി കാണാൻ ഞങ്ങൾ ജയിലിൽ നോക്കിയപ്പോൾ ഇയാൾ റിലീസാവാറായിട്ടുണ്ട്. ഏകദേശം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അയാൾ റിലീസാവും. പിന്നെ അയാൾക്ക് കുറച്ച് പൈസ അടയ്ക്കാനുണ്ട്, ആ പൈസ അടച്ചു കഴിഞ്ഞാൽ റിലീസാവാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അയാൾക്ക് ആ പണിയെടുത്ത പൈസ കിട്ടുമല്ലോ, ജയിലിൽ നിന്ന് എല്ലാവർക്കും പണിയെടുക്കുമ്പോൾ പൈസ കിട്ടും. ആ പൈസ കൂടി സ്വരൂപിച്ച് വെച്ചിട്ട് അത് അടച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ റിലീസാവുമെന്നാണ് ജയിലിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ റിലീസാവുന്ന ദിവസം നോക്കി ഞങ്ങൾ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം റിലീസാവുന്ന ദിവസം നോക്കി അയാൾ റിലീസാവുമ്പോൾ ഞങ്ങൾ മെല്ലെ ജയിലിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നമ്മുടെ അന്നത്തെ തൃശ്ശൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കൂട്ടിക്കൊണ്ടുവന്നു. വിശദമായി കാര്യങ്ങൾ ചോദിച്ചിട്ട് അന്നത്തെ കാലത്ത് ചോദ്യം ചെയ്ത പോലീസ് മുൻ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന എസ് ഐ ചോദ്യം ചെയ്ത ആ എസ് ഐയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ അയാളുടെ പ്രസൻസിലും കാര്യങ്ങൾ ചോദിച്ചത് നോക്കിയപ്പോൾ ഇയാൾ സ്റ്റേഷനിൽ കോടതി ജയിലിൽ വെച്ചിട്ട് ഇതേപോലെ പ്രതികളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അയാൾ സംസാരിച്ചാൽ ഇയാൾക്ക് ഈ ഹിസ്റ്ററിയൊക്കെ അറിയാം. ഈ അറിയാവുന്ന ഹിസ്റ്ററിയൊക്കെ അയാൾ ഈ കേസുണ്ടായതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവർ അടുത്തുള്ള ബന്ധുക്കളും കാര്യങ്ങളല്ലേ, ഇവൻ്റെ ഈ പറഞ്ഞ കുട്ടിയുടെ നേരത്തെ പറഞ്ഞ ഈ കൊല്ലപ്പെട്ട ആളുടെ മകളുടെ ഭർത്താവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള അവരുടെ അനിയൻ്റെ സുഹൃത്തൊക്കെയാണ് തോന്നുന്നത്. അയൽവാസി അതിൻ്റെ പേരിലുള്ള സുഹൃത്ത്, അല്ലാണ്ട് മറ്റൊരു വിധത്തിലല്ല. അപ്പോൾ അങ്ങനെയൊക്കെ അറിയുമ്പോൾ ആ ഹിസ്റ്ററി, കേസിൻ്റെ ഹിസ്റ്ററിയൊക്കെ അവൻ അറിയാം. ഇവൻ ജയിലിൽ വെച്ച് ഷെയർ ചെയ്തതാണ് ഈ സംഭവത്തിന് ഇയാളെ സംശയിക്കാണ്ടായ കാര്യം. അങ്ങനെയാണ് ഇവൻ കുറ്റം സംഭവിച്ചു എന്നൊക്കെ പറയുന്നത്. കാരണം ഇവന് എന്തോ മാരകമായ രോഗം, എയ്ഡ്സ് പോലുള്ള രോഗത്തിന് എന്തോ അടിമയായിട്ടുണ്ടെന്ന് പറയുന്നു കേൾക്കുന്നു. നമുക്ക് അതിൻ്റെ വൈത്ത് വിശദമായിട്ടൊന്നും അറിയില്ല. അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയോ പറഞ്ഞപ്പോൾ അഡ്വാൻസ് ക്വസ്റ്റ്യനൊക്കെ ഉണ്ടായപ്പോൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് പോകാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞങ്ങൾ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറേ എങ്ങനെയാണ് കാര്യങ്ങൾ, ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ് എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ടുള്ള മൊഴി തന്നു. ആ മൊഴി പ്രകാരം ഞങ്ങൾ വെരിഫൈ ചെയ്തപ്പോൾ ഓക്കെ അത് അങ്ങനെയാണെന്ന് തെളിയിച്ചു. അയാൾക്ക് ഇതിൽ ഇൻവോൾവ്ഡ് ഇല്ലയെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ആ കാര്യം. അങ്ങനെ അയാളുടെ വീട്ടിൽ കൊണ്ടാക്കുകയാണ് ചെയ്തത് ആ കേസിൽ. അന്നത്തെ ആ കേസുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് അവനെ സംശയം ഞങ്ങൾ ദൂരീകരിച്ചു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പിന്നെ ഈ കേസിൽ ഒരുപാട് സംശയിക്കുന്ന ആളുകൾ നാട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ ആ ഗ്രാമത്തിൽ സംശയിക്കുന്നല്ല, ആ ഗ്രാമത്തിലെ ഒരുപാട് ആളുകളെ അവൻ ചെയ്യാൻ സാധ്യതയുണ്ട്, ഇവൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ പെട്ട ഒരാളായിരുന്നു വീടിൻ്റെ അടുത്ത് മുമ്പ് താമസിച്ചിരുന്ന രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ. രാജേന്ദ്രനെ പോലീസ് 1-2 പ്രാവശ്യം കണ്ട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ രാജേന്ദ്രൻ പറഞ്ഞു, ഞാനില്ല, ഞാൻ പോയിരിക്കുകയാണ്, ഞാൻ ചെന്നൈക്ക് പോയിരുന്നു, എൻ്റെ തലേ ദിവസം ചെന്നൈക്ക് പോയി. കൃത്യം നടക്കുന്നതിൻ്റെ രാത്രിയാണ് കൃത്യം നടക്കുന്നത്, രാത്രി പാതിര നേരത്താണ് ഈ സംഭവം കൊലപാതകം നടക്കുന്നത്. പിന്നെ പുലർച്ചെയാണ് ജനങ്ങൾ അറിയുന്നത്. പക്ഷേ അന്ന് പകൽ 11 മണിയോട് കൂടിയിട്ട് രാജേന്ദ്രൻ ചെന്നൈക്ക് പോയി. ചെന്നൈയിൽ ജോലി ചെയ്യുന്നതാണ് രാജേന്ദ്രൻ്റെ വീട് ഈ സംഭവം നടക്കുന്ന കൊലപാതകം നടന്ന വീടിൻ്റെ തൊട്ട് കിഴക്ക് വശത്ത് ഉള്ളായിരുന്നാണ് അവൻ്റെ തറവാട് വീട് രാജേന്ദ്രൻ്റെ തറവാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജേന്ദ്രൻ്റെ വലിയ തറവാട് വീടാണ്. അതിലൊരു 3-4 ആൺമക്കളും പെൺമക്കളൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടിൽ ചെറുപ്പകാലത്ത് വളർന്നിട്ടുള്ള ഒരു വലിയ തറവാട് കുടുംബമാണ്. വലിയ 2 നില ഒരു ഓടിട്ട വീടാണ്. ആ ഓടിട്ട വീടൊക്കെ പൊളിഞ്ഞ് ഈ സംഭവം നടക്കുന്ന കാലത്ത് അവിടെ അവൻ്റെ അമ്മ പോലും ഉണ്ടായിരുന്നില്ല. അമ്മ താമസിച്ചിരുന്നത്, പക്ഷേ അന്ന് അമ്മ മകളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. പിന്നീട് അവരൊക്കെ തകർന്ന് പാർട്ടീഷനൊക്കെ കഴിഞ്ഞൊക്കെ ഭാഗം വെച്ച് എല്ലാ ആണുങ്ങളും വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി. ഇവർ ചെന്നൈ ബേസ്ഡായിട്ട് ചായക്കട നടത്തുന്ന ആളുകളാണ് കൂടുതലും, മിക്കവാറും എല്ലാ മക്കളും. അതുപോലെ തന്നെ രാജേന്ദ്രൻ 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ചെന്നൈയിലേക്ക് പോയതാണ്. പക്ഷേ രാജേന്ദ്രൻ ഈ കൊല്ലപ്പെട്ടവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു. അവരിവിടെ താമസിക്കുന്ന കാലത്ത് ഈ തറവാട്ട് വീട്ടിൽ രാജേന്ദ്രൻ താമസിക്കുന്ന കാലത്ത് ഈ കൊല്ലപ്പെട്ട വീടിനോട് ചേർന്നിട്ടുള്ളതാണ് തറവാട് വീട്. ഒരു 100 മീറ്റർ കഷ്ടി ദൂരത്തിലാണ് ഉള്ളത്. ഒരു തോട്ടങ്ങളുടെ നടുക്ക്, ആ തോട്ടത്തിന് നടുക്ക് ഒരു വീട്, ഈ തോട്ടത്തിന് നടുക്ക് വേറെ വീട്, മറ്റേ തോട്ടത്തിന് നടുക്ക് ഒരു വീട്, അങ്ങനെ ആയിട്ടുള്ള ഗ്രാമത്തിൽ ഒറ്റപ്പെട്ടുള്ള വീടുകളാണ്. അപ്പോൾ ആ രാജേന്ദ്രൻ ഈ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നീട് രാജേന്ദ്രൻ കല്യാണമൊക്കെ കഴിച്ചു, വീട്ടിൽ നിന്ന് പാർട്ടീഷനൊക്കെ ആയി എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ രാജേന്ദ്രൻ സ്വാഭാവികമായിട്ട് പിരിഞ്ഞു പോയി. അവൻ ഈ സംഭവം നടക്കുമ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ അവന് ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ഒരു താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ആ കാലത്ത് ഒരു 5-6 മാസം മുമ്പ് രാജേന്ദ്രന് ഗുരുതരമായ പരിക്ക് പറ്റി, ഒരു ആക്സിഡൻറ്റിൽ ഗുരുതരമായ പരിക്ക് പറ്റുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. രാജേന്ദ്രൻ ചെന്നൈയിൽ ഹോട്ടൽ ജോലി ചെയ്യലും സ്വന്തമായിട്ട് ഹോട്ടൽ നടത്തുന്ന ഇതായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അവന് ഭയങ്കരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട്.
പഴയ ആളുകൾക്കും പൈസ കൊടുക്കാണ്ടായിരുന്നു, ചെന്നൈയിൽ കൊടുക്കാണ്ടായിരുന്നു, കുറി വിളിച്ച പൈസ കൊടുക്കാണ്ടായിരുന്നു, കട നടത്തിയവരുമായി നഷ്ടത്തിന് കൊടുക്കാണ്ടായിരുന്നു, നാട്ടിൽ കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. ഞങ്ങൾ ഇതിൻ്റെ പേരിൽ പല ആളുകളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിൻ്റെ ഒപ്പം ഈ രാജേന്ദ്രനെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് കാര്യത്തിൽ നമുക്ക് സംശയകരമായ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. സംഭവ ദിവസം സാധാരണ ചെന്നൈയിൽ ഒരു അസുഖമായി കടന്നിരുന്ന രാജേന്ദ്രൻ സംഭവത്തിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ രാത്രി സംഭവം ഉണ്ടാകുന്ന കൊലപാതകം, അന്ന് പകൽ അവൻ ചെന്നൈക്ക് പോവുകയാണ്. 6 മാസത്തിന് ശേഷം 6-7 മാസത്തിന് ശേഷം ചെന്നൈക്ക് പോവുകയാണ്. ചെന്നൈയിലെ വെള്ളപ്പൊക്ക സമയത്ത് നാട്ടിലേക്ക് വന്നിട്ട് അവിടെ നാട്ടിലായിരിക്കുമ്പോൾ പിന്നെ അപകടം പറ്റിയിട്ട് ട്രീറ്റ്മെൻറ്റിലായി കിടക്കുകയായിരുന്നു. അങ്ങനെ കടയൊക്കെ ഉപേക്ഷിച്ചിട്ട് നാട്ടിലിരിക്കുന്ന സമയത്ത് 6 മാസത്തിന് ശേഷം വീണ്ടും ചെന്നൈക്ക് പോവുക. അത് പോകുന്നത് സാധാരണ ആ നാട്ടിലെല്ലാവരും ചെന്നൈക്ക് പോകുന്നത് പകലാണ്. കാലത്ത് പുലർച്ചെ നേരത്തെ പോകും, അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ പോകും. അപ്പോൾ പുലർച്ചെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരത്തോടു കൂടിയിട്ട് അവിടെ പോയി ഇറങ്ങും, രാത്രി പോയി കഴിഞ്ഞാൽ കാലത്ത് പോയിട്ട് അവിടെ ഇറങ്ങും. അങ്ങനെയുള്ള ആ സമയത്താണ് സാധാരണ എല്ലാവരും പോകാറ്. ഈ രാജേന്ദ്രനും അങ്ങനെയാണ് പോവാറ്. പക്ഷേ അന്നത്തെ ദിവസം രാജേന്ദ്രൻ പോയത് 11 മണിയോട് കൂടിയിട്ടാണ്. സാധാരണ രാജേന്ദ്രൻ അങ്ങനെ പോകുമ്പോൾ ആരും അറിയാറൊന്നുമില്ല. രാജേന്ദ്രൻ പോവും, രാജേന്ദ്രൻ എന്നല്ല ആരും പോകുമ്പോഴും അങ്ങനെ അറിയില്ല. ചെന്നൈക്ക് അവർ സ്ഥിരമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ, ഒരു 50% ആളുകൾ തമിഴ്നാട് ബേസ് ചെയ്തിട്ട് ഹോട്ടലും ബേക്കറിയൊക്കെ നടത്തുന്ന ആളുകളാണ് ഈ ഗ്രാമത്തിൽ. കണ്ണുകുറിശി, കടമ്പഴിപ്പുറം ഭാഗങ്ങളിലൊക്കെ അങ്ങനെയാണ് കുറേ. അപ്പോൾ രാജേന്ദ്രൻ അന്ന് 11 മണിയോട് കൂടിയിട്ടാണ് പോകുന്നത്. പോകുന്ന സമയത്ത് അന്നത്തെ അവർ താമസിക്കുന്ന വാടക വീടിൻ്റെ ഹൗസ് ഓണറെ വിളിച്ച് പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് അങ്ങനെ ചെന്നൈക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഹൗസ് ഓണറിൻ്റെ ബൈക്കിൽ ബസ് സ്റ്റോപ്പ് വരെ പോകുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്ന് രാജേന്ദ്രൻ ബസ്സിൽ കയറുന്നു. അപ്പോൾ ഈ ബസ്സിൽ കയറുമ്പോൾ ഈ കൊലപാതകം നടന്ന വീടിൻ്റെ അവിടുത്തെ ആ വീടിനോട് ചേർന്നിട്ടുള്ള വീട്ടിലെ ഒരു സ്ത്രീയും ആ ബസ്സിലുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, ഞാൻ ചെന്നൈക്ക് പോവുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ ഞാൻ കൊടുക്കുക ബസ്സിൻ്റെ പറഞ്ഞു. വേണ്ട, ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് അവരും പറഞ്ഞ് അങ്ങനെ രാജേന്ദ്രൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ ബസ് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്നത് ഈ സ്ത്രീ കാണുന്നുണ്ട്. അതാണ് രാജേന്ദ്രനെ കാണുന്ന ഒരു ഭാഗം. രാജേന്ദ്രൻ ചെന്നൈക്ക് പോവുകയാണെന്നും പറഞ്ഞു പോയതാണ്. പക്ഷേ രാജേന്ദ്രൻ്റെ മൊബൈൽ ഫോൺ അന്നത്തെ ദിവസം ഈ അവിടെ ബസ് ഇറങ്ങിയതിന് ശേഷം പിന്നീട് അത് വർക്ക് ചെയ്യുന്നത് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ, അല്ലെങ്കിൽ പാലക്കാട് ടൗൺ വിക്ടോറിയ കോളേജ് ടവറിൻ്റെ ഭാഗത്താണ്. ഈ ഭാഗത്ത് ഒലവക്കോട് സ്റ്റേഷൻ്റെ ഭാഗത്തല്ല അന്ന് വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് 2 മണിക്ക് ശേഷം പിന്നീട് ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാണ്. അതാരും ശ്രദ്ധിച്ചിട്ടില്ല. ഇവൻ ചെന്നൈക്ക് പോയി എന്ന് പറയുമ്പോൾ അവൻ്റെ ആ മൊബൈൽ ഫോൺ അന്ന് 2 മണിക്ക് ശേഷം സ്വിച്ച് ഓഫാണ്. പിന്നെ അത് വർക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പിന്നീട് ഇവനെ കണ്ടവരില്ല. എല്ലാ ഈ ഇൻസിഡൻ്റ് അറിഞ്ഞിട്ട് എന്ന് പറഞ്ഞ കൊലപാതകം നടന്ന വിവരം അറിഞ്ഞിട്ട് ചെന്നൈയിലുള്ള രാജേന്ദ്രൻ്റെ എല്ലാ ജ്യേഷ്ഠന്മാരും അതേമാതിരിക്ക് നാട്ടുകാരും എല്ലാവരും ഓടിയെത്തിയിട്ടുണ്ട്, നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. രാജേന്ദ്രൻ മാത്രം വന്നിട്ടില്ല. അന്ന് രാജേന്ദ്രൻ പിന്നീട് 17-ാം തീയതിയാണ് ഇങ്ങോട്ട് വിളിക്കുന്നത്. 2-3 ദിവസത്തിന് ശേഷമാണ് വീട്ടിലേക്ക് വിളിക്കുന്നതും ബന്ധപ്പെടുന്നതും. രാജേന്ദ്രൻ അതുവരെ രാജേന്ദ്രൻ അബ്സ്കോണ്ടിങ്ങാണ്. അങ്ങനെ രാജേന്ദ്രൻ അന്ന് പോയ രാജേന്ദ്രനെ കുറിച്ചിട്ട് പിന്നെ യാതൊരു വിവരമില്ല. അവനെ ചോദിച്ചപ്പോൾ ഞാൻ ചെന്നൈയിലായിരുന്നു പറഞ്ഞപ്പോൾ പോലീസ് പിന്നെ അവനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. കാരണം അവന് അപകടം പറ്റി, പരിക്ക് പറ്റി, കാലുകൊണ്ട് നടക്കാൻ അധികം സുഖമില്ലാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ പിന്നെ പോലീസ് അവനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല, അവൻ ചെന്നൈയിലാണല്ലോ. പക്ഷേ അന്ന് പോയ രാജേന്ദ്രൻ അന്ന് ആക്ച്വലി ട്രെയിനിൽ പോവുമായിരുന്നെങ്കിൽ അന്ന് രാത്രി 11 മണിക്ക് ചെന്നൈയിലെത്തേണ്ട രാജേന്ദ്രനാണ്. പക്ഷെ അവനെക്കുറിച്ച് അന്വേഷിച്ച് വന്നു നോക്കിയപ്പോൾ അന്ന് ചെന്നൈക്ക് അടുത്ത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഹിറ ടൂറിസ്റ്റ് ഹോമുണ്ട്. ആ ഹോട്ടലിൽ പിറ്റേ ദിവസം രാത്രി 11 മണിക്ക് റൂം എടുത്തിട്ടുണ്ട് രാജേന്ദ്രൻ, പിറ്റേ ദിവസം. അപ്പോൾ ഒരു 36 മണിക്കൂർ അബ്സ്കോണ്ടിങ് ആണ് ഇവൻ, എവിടെയാന്നുള്ള യാതൊരു വിവരവുമില്ല. പിറ്റേ ദിവസമാണ് ഹിറ ഹോട്ടലിൻ്റെ അവിടെ റൂം എടുത്തതായി കാണുന്നത്. അന്ന് പോയ രാജേന്ദ്രനോട് അവൻ്റെ മൊഴി പ്രകാരം ഞാൻ അന്ന് പോയി റെയിൽവേ സ്റ്റേഷനിൽ കടന്നു, പിന്നെ ഞാൻ പണി അന്വേഷിച്ച് പോയി എന്നൊക്കെയാണ് പറയുന്നത് രാജേന്ദ്രൻ. അങ്ങനെ രാജേന്ദ്രനുമായി പോയിട്ട് ഇവൻ പറഞ്ഞ മൊഴിക്ക് അനുസരിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ആ കടകളൊന്നും കാണിച്ചു തരാനോ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്തു തരാനോ രാജേന്ദ്രന് പറ്റുന്നില്ല. അതിനുശേഷം ഇവൻ ഒരുപാട് രൂപ 5 പൈസ കയ്യിലില്ലാത്ത സമയത്താണ് ഇവൻ ചെന്നൈക്ക് പോയിരിക്കുന്നത്. പോയതിൻ്റെ അടുത്ത ദിവസം തന്നെ അവിടെ കൊടുക്കാനുള്ള ഒരാൾക്ക് 50,000 രൂപ ഇവൻ കൊടുത്തതായി കാണുന്നുണ്ട്. അയാൾ പറഞ്ഞു, എനിക്ക് 50,000 രൂപ തരാണ്ടായിരുന്നു, 50,000 രൂപ തന്നു എന്ന് പറഞ്ഞു. ആ പൈസ എവിടുന്നാ തന്ന് എന്ന് ചോദിക്കുമ്പോൾ അതിന് ആൻസർ ഇല്ല. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് പിന്നീട് ഞങ്ങൾ മാസങ്ങളോളം അന്വേഷിച്ചപ്പോഴാണ് വേറൊരാൾക്ക് നാട്ടിൽ ഒരു 50,000 രൂപ വേറെയും കൊടുത്തിട്ടുണ്ട്. അത് മറ്റൊരാൾ വശം കൊടുത്തു വിട്ടതാണ്.
അപ്പോൾ ഈ 50,000 1 ലക്ഷം രൂപ എവിടെ നിന്ന് വന്നു? അതിനവന് യാതൊരു ആൻസറില്ല. അത് ഞാൻ ഒരാളുടെ അടുത്ത് കടം മേടിച്ചതാണ്. അത് ആരുടെ അടുത്ത്? അത് ഇന്ന ആളുടെ അടുത്ത്. ആ ആളെ കാണിച്ചു തരാം, ആ ആളെ കാണിച്ചു തരാൻ പറ്റിയില്ല. അങ്ങനെ ഒരാളില്ല. അത് പലിശയ്ക്ക് മേടിച്ചത്. ആ പലിശയ്ക്ക് മേടിച്ചിട്ട് ഇതുവരെ പലിശ കൊടുത്തിട്ടില്ല, ഇതുവരെ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല, അയാൾ ചോദിച്ചു വന്നിട്ടില്ല, അയാളുടെ നമ്പർ അറിയില്ല. അങ്ങനെ മൊത്തം അയാളോട് ചോദിക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ ഇതൊക്കെ വളരെ സംശയകരമായ രീതിയിലുള്ള മൊഴികളും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ തിരിച്ചു വരാതിരുന്നു. ഈ വീട്ടിലെ അവർ ഫോൺ ചെയ്തു 17-ാം തീയതി മക്കൾ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങളെന്തിനാ എന്നെ വിളിക്കുന്നത്? എന്നെ വിളിച്ചിട്ട് വെറുതെ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് മക്കളോട് ചൂടാകും ചെയ്തു. കാരണം ഒരു കുടുംബത്തെ അംഗത്തെ പോലെ കഴിഞ്ഞിരുന്ന ചെന്നൈയിലായിരിക്കുമ്പോഴും ഇവരുടെ വീട്ടിലേക്ക് വന്നിരുന്നതാണ്. ചെന്നൈയിൽ ഇവർ ജോലി ചെയ്യുമ്പോൾ അവരുമായി ബന്ധപ്പെട്ടിരുന്ന, നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിലും ബന്ധപ്പെട്ടിരുന്ന, അവർ മക്കളെ പോലെ ഇവരെ സിനിമയ്ക്കൊക്കെ കൊണ്ടു നടന്നിരുന്നതാണ് ഈ ഇതന്നെ. അപ്പോൾ അങ്ങനത്തെ ആളുകൾ മരിച്ചിട്ട് ഇവൻ വരിക അന്വേഷിക്കുകയോ പോലും ചെയ്തില്ല. അതൊക്കെയാണ് മക്കൾ പറഞ്ഞത്. അന്നേ മക്കൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ മക്കളെ അവിടുന്ന് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വിളിച്ചതാണ് അന്നത്തെ ദിവസം. അപ്പോൾ അവരെ ചീത്ത പറയുക ചെയ്ത്. അപ്പോൾ പോലീസ് അതിനെ അന്വേഷിക്കാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സുഖമില്ലാത്തവനല്ലേ എന്നുള്ള ഒരൊറ്റ ബേസിലാണ് അന്വേഷിക്കാതിരുന്നത്. നമ്മളിത് ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവനെതിരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസകൾ ഉപയോഗിച്ചതിൻ്റെ, ആ പൈസയ്ക്ക് കണക്കില്ലാത്തതിൻ്റെ, അതെവിടുന്ന് പൈസ കിട്ടിയെന്ന് ചോദിച്ചതിന് അതിന് മറുപടി ഇല്ലാത്തതിൻ്റെ, അത് പലിശക്കാരുടെ അടുത്ത് കടം മേടിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ആ പലിശക്കാരനെ കാണിച്ചു തരാൻ പറ്റാത്തതിൻ്റെ, അത് തിരിച്ചു കൊടുത്തിട്ടില്ല, അയാളുടെ നമ്പറില്ല. പക്ഷേ ഇവന് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതിന് കണക്കില്ല. ഇവൻ്റെ മൊബൈൽ ഫോൺ അന്ന് മുതൽ ഉപേക്ഷിച്ചിരിക്കാം. ആ മൊബൈൽ ഫോൺ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അത് മൊബൈൽ ഫോൺ കേടുവന്നു പോയി, ഞാൻ കളഞ്ഞു. ആ മൊബൈൽ ഫോൺ റിപ്പയർ ആയതിൻ്റെ പേരിലാണ് ഞാൻ വീട്ടിലേക്ക് വിളിക്കാതിരുന്നത്, അന്നത്തെ ദിവസം ഫോൺ ചെയ്യാമായിരുന്നു, എന്നെ വിളിച്ചിട്ട് കിട്ടായിരുന്നു, അങ്ങനെയാണ് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞത്. ആ മൊബൈൽ ഫോൺ എവിടെയാണ് നിങ്ങൾ നേരക്കം കൊടുത്ത് ആ സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അപ്പോൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ഒരു സ്ഥലം, ഒരു എന്താ പറയുക, ഒഴിഞ്ഞ സ്ഥലം കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോയാലും അറിയാം. അതിൻ്റെ അടിഭാഗം മെട്രോ ആണ്, മോൾ ഭാഗം ഒഴിഞ്ഞ് ഇങ്ങനെ ഇത് കട്ട വിരിച്ച് കിടക്കുന്ന കുറേ സ്പേസ് ഉണ്ട്. ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അതിൻ്റെ അപ്പുറത്തുണ്ട്. അങ്ങനെ ആ ഭാഗങ്ങളിലൊക്കെ ചെന്നിട്ട് ഇവൻ കാണിച്ചു തന്നപ്പോൾ ഇവിടെയായിരുന്നു സാർ കട, ആ കടയൊക്കെ പൊളിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ പരിസരത്ത് എല്ലാവരോടും അന്വേഷിച്ചു, റെയിൽവേയിലും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനോടും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരോടും ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവിടെയുള്ള കടകളും ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പൊളിച്ചു പോയിട്ട് അത് 2015 മുമ്പ് പൊളിച്ചു പോയി. മെട്രോ ഒക്കെ വരുന്നതിന് മുന്നേ പൊളിച്ചു പോയതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തും ഈ പറഞ്ഞ 2016 കാലഘട്ടത്തിലൊന്നും അവിടെ അങ്ങനെ ഒരു കടയില്ല. ഇതേപോലെ പ്ലെയിനായിട്ട് കട്ട വിരിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതിൻ്റെ അടിയിൽ മെട്രോ ആണ്, പിന്നെ പാർക്കിംഗ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമില്ല, അവിടെ വെച്ചിട്ടാണ് റിപ്പയർ ചെയ്ത് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ആ മൊബൈൽ ഫോണും എല്ലാം കളഞ്ഞു, സിമ്മും കളഞ്ഞു അങ്ങനെ. പക്ഷേ ഈ സംഭവം കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് ഒരു 10-11 ഫിംഗർ പ്രിൻറ്റ് കിട്ടിയിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടേതല്ലാത്ത, അവരുടെ ബന്ധുക്കളുടേതല്ലാത്ത ഒരു 10-11 ഫിംഗർ പ്രിൻറ്റുകളുണ്ട്. ഇത് നമുക്ക് ട്രേസ് ആയിട്ടില്ല. ഇതെപ്പോഴും പെൻഡിങ്ങായി കിടക്കുന്ന ആ സംഭവ സ്ഥലത്ത്, കൊലപാതകം നടന്ന ബോഡിയുടെ അടുത്തുനിന്ന്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നായിട്ട് നമുക്ക് 10-11 ഫിംഗർ പ്രിൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവൻ്റെ ഫിംഗർ പ്രിൻറ്റ് നമ്മൾ ആദ്യ ഘട്ടത്തിലെടുത്ത് പരിശോധിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഇവൻ്റെ ഫിംഗർ പ്രിൻറ്റ് പരിശോധനയ്ക്ക് ഉപയോഗത്തിന് പറ്റാത്ത വിധത്തിലാണ്. കാരണം ഇവന് ഈ ചായക്കടയിൽ ജോലിയല്ലേ. ഇവിടുന്ന് പോയിട്ട് സംഭവത്തിന് ശേഷം പോയതിന് ശേഷം പിന്നീട് ചെന്നൈയിൽ തന്നെ ചായക്കട ചെയ്യുകയാണ്, ചായക്കടയിൽ ജോലി ചെയ്യുകയാണ്. ആദ്യം ചായക്കട നടത്തിയിരുന്ന ആളാണെങ്കിൽ പിന്നീട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ ചായക്കടയിൽ ചൂടുവെള്ളവും ചായയും ഒക്കെ ആയിട്ടുള്ള ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ജോലി ചെയ്തിട്ട് ഇവൻ്റെ ഈ തൊലിയൊക്കെ ഇങ്ങനെ വളർന്നു പോയിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോൾ എത്ര പ്രിൻ്റ് എടുത്താലും നമുക്ക് പ്രിൻ്റ് ശരിയാവുന്നില്ല, പരിശോധനയ്ക്ക് ഉപയുക്തമായിട്ട് കിട്ടുന്നില്ല. അതിൻ്റെ റിഡ്ജസൊക്കെ, ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ റിഡ്ജസൊക്കെ അങ്ങനെ അതിലായിട്ടിരിക്കുക. അതുകൊണ്ട് അതിൻ്റെ പ്രിൻ്റ് മെഷീനിൽ വയ്ക്കുമ്പോൾ അതും ക്ലിയർ ആവുന്നില്ല, അത് സേഫായി നമുക്ക് പരിശോധനയ്ക്ക് ഉപയോഗം പറ്റുന്ന വിധത്തിൽ കിട്ടുന്നില്ല. മൊത്തത്തിൽ ഒരു 10-30 പോയിന്റുകളാണ് ഇവനെതിരെ നമുക്ക് സംശയിക്കുന്ന രീതിയിൽ. ഈ പൈസ ചിലവാക്കിയത്, ഇവൻ വരാതിരുന്നത്, ഇവൻ്റെ അബ്സ്കോണ്ടിങ്, മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയത്, മൊബൈൽ 36 മണിക്കൂറിൻ്റെ നേരത്തെ ഇവൻ എവിടെയായിരുന്നു എന്ന് പറയാൻ പറ്റാത്തത് തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ ഇവനെതിരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഈ അന്വേഷണത്തിൽ. 2000 അപ്പോഴേക്കും ഞങ്ങൾ ചെന്നൈയിലായിരിക്കുന്നതിന് ശേഷം ഒരു ദിവസം ഈ ഇവൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിരന്തരം ചെന്നൈ പോവും, തിരിച്ചു വരും, അങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് നമ്മുടെ കൊറോണ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും സ്റ്റോപ്പായി. അപ്പോൾ നമുക്ക് ഈ ഞങ്ങൾ താമസിക്കുന്ന എസ്റ്റേറ്റിൻ്റെ വീട്ടിൽ, ബംഗ്ലാവിൽ താമസിക്കാൻ ബുദ്ധിമുട്ടായി, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെ മാത്രമല്ല എല്ലാ അന്വേഷണ സംഘത്തിലുള്ള ആളുകളെയും, ക്രൈം ബ്രാഞ്ചിലുള്ള അറ്റാച്ച് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളെയും കൺസേൺ സ്റ്റേഷനിലേക്ക്, എല്ലാവരും ലോക്കൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. അങ്ങനെ ഞങ്ങളും തിരിച്ച് ലോക്കൽ സ്റ്റേഷനിലേക്ക് വന്നു. അങ്ങനെ സ്റ്റേഷനിൽ കൊറോണയുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടു. പിന്നെ ആ സമയത്ത് ഞാൻ ചെറുകുത്തി സ്റ്റേഷനിലെ SI ആയിട്ടാണ് പിന്നെ കുറച്ചു കാലം ഈ കൊറോണ കാലത്ത് ഞാൻ ജോലി ചെയ്തിരുന്നത്.
അങ്ങനെ കൊറോണയൊക്കെ ഒരു വിധം ആയപ്പോൾ വീണ്ടും അന്വേഷണ സംഘത്തിലേക്ക് പോയി. വീണ്ടും ഞങ്ങൾ ആ വീട്ടിൽ താമസമാക്കി. അങ്ങനെ അന്വേഷണം തുടങ്ങി. അന്ന് ആ സ്ത്രീ പറഞ്ഞത്, സാർ ഞാൻ ഇടിവെട്ടുകയാണെന്ന് വിചാരിച്ചത്, തലയ്ക്ക് ഇങ്ങനെ അടി വീണപ്പോൾ ഇടിവെട്ടുകയാണെന്നാണ് കരുതിയത്. പക്ഷേ ഞാൻ ഓടി വീടിനകത്തേക്ക്, റൂമിനകത്തേക്ക്, ഞങ്ങൾ ഹാളിലാണ് കടന്നിരുന്നു, റൂമിനകത്തേക്ക് കയറിയിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, മോനെ വാടാ, അകത്തേക്ക് വാടാ, ഇടിവെട്ടണടാ എന്ന് പറഞ്ഞ് മോനെയും വിളിച്ചു. പക്ഷെ മോൻ എണിച്ച് വരുന്നില്ല. ഞാൻ പോയി കുലുക്കി വിളിച്ചപ്പോഴാണ് മോൻ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത്. അങ്ങനെ ഞാൻ ഉറക്കെ കരഞ്ഞു.